പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യാനീശോയെ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ മക്കളിലുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റപ്പെടുവാൻ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കളിൽ പ്രകടമാകുവാൻ, ഒപ്പം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ എല്ലാ മേഖലകളില്, ജോലി മേഖലകളില്, പഠന മേഖലകളില്, ഉപജീവന മാർഗങ്ങളില്, സാമ്പത്തിക മേഖലകളില്, കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളില് അങ്ങയുടെ ശക്തി പ്രകടമാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി വലിയ കൂട്ടായ്മയില് ഞങ്ങളെ ഒരുമിപ്പിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങളെ വിളിച്ചത്, അങ്ങാണ് കൂട്ടിച്ചേർത്തത്, അങ്ങയുടെ പദ്ധതിയാണ് കർത്താവെ ഈ കാർമൽ മീഡിയ. എല്ലാ ദിവസവും മുടങ്ങാതെ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഞങ്ങളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, സങ്കടങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് കടന്നു വരുമ്പോ കർത്താവെ, അങ്ങയുടെ വചനം, അങ്ങയുടെ വാഗ്ദാനം, അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ അങ്ങ് പൂർത്തിയാക്കുന്നതിനോർത്ത് നന്ദി പറയുമ്പോ കർത്താവെ, വീണ്ടും 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 ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ ശക്തി, അങ്ങയുടെ ശക്തമായ കരബലം ഞങ്ങളിൽ അവിടുന്ന് പ്രകടമാക്കണമേ. കർത്താവെ, പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഇവരുടെ മക്കളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വസിക്കുന്ന വീടിനെ സമർപ്പിക്കുന്നു. ചില പാപങ്ങള്, ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, ഞങ്ങൾക്ക് വിട്ടുപേക്ഷിക്കാൻ പറ്റാത്ത ചില പാപങ്ങളുണ്ട് കർത്താവെ. അടുപ്പിച്ചടുപ്പിച്ച് വീണ്ടും വീണ്ടും കുമ്പസാരത്തിലേറ്റ് പറയേണ്ടി വരുന്ന പാപങ്ങള്, ഞങ്ങൾ അഹങ്കാരം, വാശി, വൈരാഗ്യം, ജഡിക പാപങ്ങള്, അശുദ്ധി, മാലിന്യങ്ങള്, അതോടൊപ്പം തന്നെ ഞങ്ങളെ വേട്ടയാടുന്ന ഞങ്ങളുടെ പാപത്തിന്റെ ശക്തി, നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അങ്ങ് പറഞ്ഞില്ലേ കർത്താവേ? അതെല്ലാം തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അതെല്ലാം നീക്കാൻ വേണ്ടി വന്ന കർത്താവാണല്ലോ. കർത്താവെ, അങ്ങയുടെ വലിയ അഭിഷേകത്താൽ യോഹന്നാൻ 1:29 ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നീക്കണമേ. ഞങ്ങളുടെ മക്കളുടെ പാപങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിന്റെ, പാരമ്പര്യത്തിന്റെ, കുടുംബവൃക്ഷത്തിന്റെ പാപങ്ങളെ ഏറ്റെടുക്കണമേ, നീക്കണമേ. അതിന് അനന്തര ഫലങ്ങള്, ആധിപത്യങ്ങള്, ശക്തികള് നിർവീര്യമാക്കണമേ. ഈ വർഷത്തിന്റെ ആരംഭത്തിന്റെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ അങ്ങയുടെ വാഗ്ദാനങ്ങള്, അങ്ങയുടെ ആഗമനത്തിന്റെ ഉദ്ദേശം, രക്ഷാകര പ്രവൃത്തികൾ ഞങ്ങളിൽ അവിടുന്ന് പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നന്ദി കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. അങ്ങയുടെ രക്ഷാകര ഫലങ്ങൾ ഞങ്ങളിൽ നിറയട്ടെ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ വലിയ വാഗ്ദാനങ്ങൾ, കർത്താവ് നമുക്ക് നൽകുന്ന വലിയ രക്ഷ, അതിന്റെ കൃപകളും ശക്തിയും ജീവനും നമുക്ക് സ്വന്തമാക്കിയെടുക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ ദിവസങ്ങളില് ഈ ഒരു കൃപാഭിഷേകത്തിന് വേണ്ടി, കർത്താവിന്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1:29 വചനം നമ്മോട് പറയുന്നുണ്ടല്ലോ. ഈശോയെ ചൂണ്ടിക്കാണിച്ചിട്ട് സ്നാപയോഹന്നാനിലൂടെ ദൈവം പറയണം, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം, പാപമാണ് ശാപങ്ങളെയും മരണത്തെയും കടങ്ങളെയും പിശാചിന്റെ ആധിപത്യങ്ങളും അവകാശങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. അത് നീക്കാൻ വേണ്ടി ഈശോ വന്നു. നമുക്കറിയാം, നമ്മുടെ മക്കളുടെ മേല്, നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ മേല്, നമ്മുടെ പാരമ്പര്യത്തിന്റെയും തലമുറയുടെയും കുടുംബത്തിന്റെയും മേല് ഒത്തിരിയേറെ പാപത്തിന്റെ ശക്തി കിടക്കുന്നത്. പാപത്തിലൂടെയാണ് പിശാചിനെ കടന്നു വരാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ഈ പാപം നീക്കപ്പെടണം. നമ്മളിന്ന് പ്രത്യേകമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, അങ്ങ് വന്നത് ലോകത്തിന്റെ പാപം നീക്കാനാണല്ലോ.
ഞങ്ങളുടെ കുടുംബത്തിന് മേലുള്ള, ഞങ്ങളുടെ മക്കളുടെ മേലുള്ള, ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന് മേലുള്ള, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലുള്ള, ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേലുള്ള, സാമ്പത്തിക മേഖലകളുടെ മേലുള്ള, ജോലി മേഖലകളുടെ മേലുള്ള, പഠന മേഖലകളിലുള്ള പാപത്തിന്റെ എല്ലാ അവസ്ഥകളെയും അങ്ങ് നീക്കണം. നമ്മുടെ പാരമ്പര്യത്തിന്റെ, കുടുംബവൃക്ഷത്തിന്റെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ, മരിച്ചുപോയവരുടെ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കളുടെ പാപത്തിന്റെ ശക്തി, അത് ശാപത്തിന്റെ ശക്തി കൊണ്ടുവരും, മരണത്തിന്റെ ശക്തി കൊണ്ടുവരും, ഒത്തിരി കടബാധ്യതകൾ കൊണ്ടുവരും. പിശാചിന് അതിലൂടെയൊക്കെ അവകാശം കിട്ടും. ഇതെല്ലാം അവസാനിപ്പിക്കാൻ യേശു വന്നു ആ കർത്താവിന്റെ കരുണയിലേക്ക്, ദിവ്യ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ന് മക്കൾ നേരിടുന്ന പല തടസ്സങ്ങള്, ചില ദുശീലങ്ങള്, ചില ബന്ധനങ്ങള്, സാത്താൻ കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകള്, ബന്ധിച്ചു വെച്ചിരിക്കുന്ന ബന്ധനങ്ങള് ഈശോയെ എടുത്തു മാറ്റണം. നമുക്കിന്ന് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരണീശോയെ, അങ്ങ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്. അങ്ങ് പാപം നീക്കാൻ വേണ്ടി വന്ന കർത്താവ്, ഞങ്ങളോ വലിയ പാപികളാണ്. ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ വീട്, പാരമ്പര്യം, കുടുംബവൃക്ഷം പാപത്തിന്റെ ശക്തമായ മേഖലയാൽ അടിയപ്പെട്ടു പോയിട്ട് വീണ്ടും വീണ്ടും ചെന്നുകൂടുന്ന പാപങ്ങൾ, അത് ഞങ്ങളിലേക്ക് വന്ന പാപശക്തി, ചില പൈശാചിക അധികാരങ്ങള്, ആധിപത്യങ്ങള്, അവകാശങ്ങള്, ഈശോയെ അതെല്ലാം അങ്ങ് നീക്കാനാണല്ലോ വന്ന്. ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു, ഞങ്ങളെ അങ്ങ് പരമേൽപ്പിച്ചിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും ഞാൻ സമർപ്പിക്കുന്നു. ഇവരുടെ മക്കള്, ഇവരുടെ ജീവിതങ്ങള്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യം, കുടുംബവൃക്ഷം എല്ലാം സമർപ്പിക്കുന്നു. ഈശോയെ, എല്ലാ പാപങ്ങളും ഏറ്റെടുക്കണമേ. പാപം നീക്കാൻ വേണ്ടി വന്ന കർത്താവേ, ഞങ്ങളുടെ പാപം നീക്കാൻ അങ്ങേക്കല്ലാതെ മറ്റാർക്കുമേ കഴിയില്ല. പാപങ്ങളെ നീക്കണമേ. അതിനന്തര ഫലങ്ങളായ ശാപങ്ങള്, മരണത്തിന്റെ ആധിപത്യങ്ങള്, കടങ്ങള്, പിശാചിന് ലഭിച്ച നിയമപരമായ അവകാശങ്ങളെ അവസാനിപ്പിക്കണമേ. ആ പാപത്തെ നീക്കുന്ന ശക്തി ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ, ഇവരുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ പാപത്തിന്റെ സാന്നിധ്യങ്ങള്, പാപത്തിന്റെ സ്വാധീനങ്ങള്, പാപത്തിന്റെ അനന്തര ഫലങ്ങള്, പാപം കെട്ടിവെച്ച കെട്ടുകള്, പാപത്തിന്റെ കെണികള്, പാപത്തിന്റെ വലകള് തകരട്ടെ, ഒടിയട്ടെ, കർത്താവേ അവസാനിക്കട്ടെ. സാത്താൻ ഇതിലൂടെ ഞങ്ങളുടെ മേൽ ഉറപ്പിച്ച ആധിപത്യ അവകാശം ഇതിനാൽ തന്നെ അവസാനിക്കട്ടെ. കർത്താവ്, പുതുവത്സരത്തില് ഞങ്ങളുടെ മക്കൾ പരിപൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ, പരിപൂർണമായ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ആർക്കും തടസ്സപ്പെടുത്താൻ പറ്റാത്ത വിധം കൃപയുടെ സമൃദ്ധിയില്, ജീവന്റെ സമൃദ്ധിയില് ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ, കൃപ നഷ്ടപ്പെടാനും ജീവൻ നഷ്ടപ്പെടാനും കാരണമായ പാപത്തെ സ്വയം ഏറ്റെടുക്കണമേ, നീക്കം ചെയ്യണമേ, നിർവീര്യമാക്കണമേ. ആ വലിയ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്കും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഇന്ന് ഇപ്പോൾ ഈ നിമിഷം അങ്ങ് വർഷിക്കണമേ, ഒഴുക്കണമേ. റിലീസ് യുവർ പവർ. ആ ശക്തി അങ്ങ് പ്രവഹിപ്പിക്കണമേ. കർത്താവെ, അങ്ങ് പുറപ്പെടുവിക്കണമേ. അങ്ങിൽ നിന്ന് പുറപ്പെടട്ടെ, ആ ശക്തി പുറപ്പെടട്ടെ. ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും മക്കളെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കും മക്കളെ, ഹൃദയ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കും മക്കളെ, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കും മക്കളെ. പാപം നീക്കപ്പെടട്ടെ, പാപഫലങ്ങൾ നീക്കപ്പെടട്ടെ, പാപശക്തി നീക്കപ്പെടട്ടെ, സാത്താന്റെ ആധിപത്യങ്ങൾ അവസാനിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കും മക്കളെ, ആശീർവാദത്തിനും അനുഗ്രഹത്തിനും വേണ്ടി. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷും തൂകണമേ വത്സല സുതരിൽ.
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചിന്തിക്കൊണ്ട് കർത്താവേ, പാപശക്തികളെ, പാപത്തെല്ലാം നീക്കി അനന്തര ഫലങ്ങൾ നിർവീര്യമാക്കി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ രക്ഷ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളോട് കരുണ തോന്നണമേ, ഞങ്ങളുടെ മക്കളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, വലിയ വേദനയോടെ, ഹൃദയവ്യഥയോടെ, ഹൃദയം നുറുങ്ങി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന തിരസ്കരിക്കരുതേ കർത്താവേ. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ ഈശോയേ. ആമേൻ.